ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നക്ഷത്ര ടീമിൻ്റെ ഒരു വീരനാട്യം കാണുന്നുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ എന്താണാവോ നമ്മുടെ നാട്ടിലെ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ വട്ടം എന്തായാലും അത് നിറവേറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും. കൂപ്പൻ 50 രൂപയാണ്. ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന്. അങ്ങനെ നമ്മുടെ വിളക്ക് കൊളുത്തിയിട്ടുള്ള ഉദ്ഘാടനവും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെടിക്കെട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ നക്ഷത്ര ടീം വന്ന് നമുക്ക് ഡാൻസ് തുടങ്ങണം കേട്ടോ. പക്ഷേ അവർക്ക് വന്നിട്ട് അവർ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഈ സംഘാടകർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാട്ട് പാടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സീറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരു 3-3.5 മണിക്കൂറോളം ഞങ്ങൾ നിന്നിട്ടാണ് ഈ പ്രോഗ്രാം കണ്ടത്. ഋതിക, ആതിര, സേതുലക്ഷ്മി, ശ്രീബാല, ഗീതുമോൾ, കാർത്തിക, അഞ്ജന, ഗോപിക, അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ പ്രോഗ്രാം തുടങ്ങിയിട്ട്. അപ്പോൾ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ഈ കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക വോയിസ് കൊടുക്കാനോ അല്ലെങ്കിൽ പാട്ട് കാണിക്കാൻ പറ്റാത്തത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ് ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. നമ്മൾ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഇവരുടെ റീൽസായിട്ട് കണ്ടിരുന്ന പല പാട്ടുകളും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ആശാൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വീഡിയോസുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. കണ്ടുപോ നീ ശ്രീരാമനെ, അതും അതുപോലെ മൈഥിലിപ്പെണ്ണിൻ്റെ അതൊക്കെ നമ്മൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ കണ്ട് ഓരോ സ്റ്റെപ്പുകൾ എനിക്ക് വരെ കിട്ടുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അതിനൊപ്പം നമ്മളും ഒന്ന് ചെറുതായി ചൂടൊക്കെ വെച്ചിട്ട് അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാവർക്കും ഒരുപാട് നോട്ടുമാലകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇവരെ വീഡിയോസ് കാണുമ്പോൾ കുറേ പറയാറുണ്ട് സംഘാടകർക്ക് ഇവർ പൈസ കൊടുത്തിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലവരിങ്ങനെ കമൻറ്റൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നല്ല. ശരിക്കും നമ്മൾ ഇവർ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ അറിയാതെ നമ്മളും കൊടുത്തു പോകും ഇവർക്ക് ഗിഫ്റ്റുകളൊക്കെ കേട്ടോ. അപ്പോൾ ഈ കുട്ടിക്ക് അവിടെ അതേ ഒരു കിരീടം പോലത്തെ സംഭവമൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. 1-2 പേർക്കൊക്കെ ഇങ്ങനെ കുത്തി കൊടുത്തോട്ടെ. നമുക്കത് അങ്ങനെ അവരെ എനർജി കാണുമ്പോൾ നമുക്കറിയാതെ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഒന്നിലൊന്ന് മെച്ചനായിട്ട് എല്ലാവരും നന്നായി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചേട്ടനൊക്കെ ഇവരുടെ കളി കാണാൻ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ട് വന്നതാണ് കേട്ടോ. എനിക്ക് വേണ്ടി മാത്രം വന്നതാണ്. പക്ഷെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ബാക്കിൽ നിന്ന് ഒരു കൈകൊട്ട് കേൾക്കണം. അപ്പോൾ നോക്കിക്കൊണ്ട് ചേട്ടനും അവരുടെ ഡാൻസിനൊപ്പം കൈയൊക്കെ കൊട്ടിയിട്ട് ഇങ്ങനെ നിൽക്കണമായിരുന്നു. കാരണം അത്രയ്ക്ക് എല്ലാ പ്രായക്കാർക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്രോഗ്രാം തന്നെയായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരുപാട് സന്തോഷം ഈ പ്രോഗ്രാം കണ്ടതിന്. അതിൻ്റെ ഹാങ് ഓവർ എനിക്ക് ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല കേട്ടോ. ഇതവരൊരു ടീം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇടയിൽ ആളൊരു പാട്ട് പാടി അടിപൊളിയായിരുന്നു. ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടും തന്നെയല്ല, ആളുടെ ഡാൻസും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നല്ല ചുവട് വെച്ച് നമ്മൾ ഇടയിലൊക്കെ ഇങ്ങനെ ചുവട് വെക്കുന്നുണ്ടായി. നമ്മൾ ഇപ്പോൾ വീഴോന്ന് ചോദിക്കും, പക്ഷേ അവർ വീഴൊന്നുമില്ല. അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ഒരു 10-20 പേര് ഇങ്ങനെ ഒരുമിച്ച് നിന്ന് കളിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊരു ടീം എനർജി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ നമ്മളിങ്ങനെ ചിലർ പൈസയൊക്കെ കുത്തി കൊടുക്കാൻ നിർത്തി കഴിഞ്ഞാലും അടുത്ത സ്പോട്ടിൽ അവർ ആ സ്റ്റെപ്പ് തന്നിട്ട് കളിക്കുന്ന കാണുമ്പോൾ ശരിക്കും നമുക്ക് തെറ്റലും കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അവസാനം പിന്നെ ഒരു തീം സോങ് പോലെ ഒരു അമ്മേനെയും കുട്ടീനെ ആരോ കട്ടുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് തെയ്യം വരുന്നു. അങ്ങനെ നമ്മളൊരു കാന്താര സ്റ്റൈല് ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. തീപ്പന്തവും അതുപോലെ തന്നെ തെയ്യവും ഒക്കെ ആയിട്ട്, തെയ്യമൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റാത്തതാണ്. ശരിക്കും തെയ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അലർച്ചയും അതൊക്കെ ആയിട്ട് ഒരു നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇടയിൽ ഞാൻ ആശാൻ്റെ അടുത്ത് പോയി സംസാരിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവസാനം പിന്നെ ഒരു ചെയിൻ സോങ് പോലെയായിരുന്നു. അപ്പോൾ എല്ലാവരും ആ പന്തലിൽ കയറി ഭയങ്കര ഡാൻസും പെർഫോമൻസൊക്കെ ആയിരുന്നു. അവരുടെ കൂടെ ശരിക്കും എൻജോയ് ചെയ്തിട്ട് കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇത്രയ്ക്കുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.